രാജ്യത്തെ തൊഴിലില്ലായ്മ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ. തൊഴിൽ വിപണി തകർച്ച നേരിടുന്നുണ്ടെന്ന വസ്തുത മറയ്ക്കാൻ സർക്കാർ തൊഴിൽ ഡാറ്റയിൽ കൃത്രിമം കാണിക്കുകയാണെന്നും പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന വാഗ്ദാനം പാലിക്കുന്നതിൽ മോദി സർക്കാർ പരാജയമാണെന്നും ഖാർഗെ ആരോപിച്ചു. രാജ്യത്തെ തൊഴിൽ മേഖലയുടെ ദയനീയ അവസ്ഥ ഉയർത്തിക്കാട്ടുന്ന ഒന്നിലധികം സർവേകൾ ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഇന്ത്യയിലെ 55% യുവാക്കൾക്കും കഴിഞ്ഞ വർഷം ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. ഈ വർഷം 82% യുവാക്കൾ ജോലി അന്വേഷിക്കുകയാണെന്നും 37% തൊഴിലന്വേഷകർ 2025ഓടെ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്നും ഖാർഗെ പറയുന്നു. ലഭ്യമായ കഴിവുകളും തൊഴിലവസരങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടാണ് ഈ വെല്ലുവിളികൾക്ക് കാരണമെന്ന് സർവേ പറയുന്നു. തെറ്റായ അവകാശവാദങ്ങളിലൂടെയും ഡാറ്റ കൃത്രിമങ്ങളിലൂടെയും സർക്കാർ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഖാർഗെ ആരോപിച്ചു. നോട്ട് അസാധുവാക്കൽ, GSTയുടെ തെറ്റായ നടപ്പാക്കൽ, ചെറുകിട സംരംഭങ്ങളോടുള്ള അവഗണന എന്നിവ തൊഴിലില്ലായ്മ രൂക്ഷമാകാൻ കാരണമായതായി ഖാർഗെ പറയുന്നു. റിക്രൂട്ട്മെന്റ് പരീക്ഷാ പേപ്പർ ചോർച്ച, ജോബ് ഡ്രൈവുകളിലെ തിക്കും തിരക്കും, സർക്കാർ തസ്തികകളിലെ നീണ്ട ഒഴിവുകൾ തുടങ്ങിയവ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സർക്കാരിന്റെ കഴിവുകേടിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്തെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി.